എനിക്ക് മീതെ ആരുമില്ല. ഇതാണ് പിണറായിയുടെ ആപ്തവാചകം എന്ന് പറയുന്നത്. ഇപ്പോൾ ദി ലെജൻഡ് EMSന് മീതെയാണ് താൻ, തനിക്ക് മുകളിലും താഴെയും ആരുമില്ല. അങ്ങനെയാണോ ഇടതുപക്ഷ പാർട്ടി? അങ്ങേറ്റം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ ഹിസ്റ്ററിയിൽ ഇത്രയും മോശമായിട്ടുള്ളൊരു ഡയലോഗ് എന്ന് പറയുന്നത് ഉണ്ടായിട്ടുണ്ടാവില്ല. ഒന്ന്, EMSനെയും പിണറായി വിജയനെയും ഒരിക്കലും കമ്പാരിസൺ പോലും ചെയ്യാൻ പറ്റാത്ത നിലയിൽ വലിയ അകൽച്ചയുള്ള ആളുകളാണ്. അകൽച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ അകൽച്ച എന്നുള്ള നിലയിലല്ല. അതായത് EMS ഏറ്റവും ലളിതമായി ജീവിച്ചിരുന്നൊരു മനുഷ്യനാണ്. അയാളുടെ ജീവിതം മുഴുവൻ പാർട്ടിയായിരുന്നു. പാർട്ടിക്ക് മേധ അദ്ദേഹത്തിനൊന്നും ഉണ്ടായിരുന്നില്ല. പാർട്ടി കൊടുക്കുന്ന മാസം കൊടുക്കുന്ന ഒരു നിസ്സാര പൈസയ്ക്കാണ് അദ്ദേഹവും കുടുംബവും ജീവിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു സാരിയോ അല്ലെങ്കിൽ വേഷ്ടിയോ വാങ്ങിക്കുന്നതിന് വേണ്ടി അത് പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന 200 രൂപയോ 100 രൂപയോ ഉപയോഗിച്ചാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ വളരെ ലളിതമായിട്ടുള്ള വസ്ത്രങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ആരും തന്നെ അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവനും വിറ്റ് പാർട്ടിക്ക് കൊടുത്തതല്ലാതെ അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് 1 രൂപ പോലും സമ്പാദിക്കുകയോ ജനങ്ങളെയോ തൊഴിലാളികളെയോ വഞ്ചിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പൈസ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാർലമെൻറ്റേറിയൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ലാളിത്യമുള്ളതായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഇത്രയധികം കാറുകളും ഇത്രയധികം സെക്യൂരിറ്റിയും ഇത്രയധികം ഇത് വെച്ച് ഒരിക്കലും നടന്നിട്ടില്ല. മനുഷ്യനോട് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഏതൊരു മനുഷ്യനും കാണാൻ പോകാൻ പറ്റുന്ന ഒരാളായിരുന്നു സഖാവ് EMS. ഇന്ന് നമുക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിനെ നമുക്ക് എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് കാണാനായിട്ട് സാധിക്കുമോ? ഈ രാജ്യത്തെ, ഈ കേരളത്തിലെ ഏതെങ്കിലും സാധാരണ മനുഷ്യർക്ക് ഒരു മുഖ്യമന്ത്രി ഒന്ന് കാണണം എന്ന് കരുതി നമുക്ക് സെക്രട്ടേറിയറ്റിലേക്ക് ചെന്നാൽ ആർക്കെങ്കിലും മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ കാണാനായിട്ട് സാധിക്കില്ല. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നത് ഇന്നിപ്പോൾ നടപ്പിലാക്കപ്പെടുന്നതെല്ലാം മുതലാളിത്ത നയങ്ങളാണ്. ഈ മുതലാളിത്ത നയങ്ങൾ നന്നായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നതാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണും. അതൊക്കെ നിസ്സാരമായി ഞാൻ കാണുന്നില്ല. കാരണം സമൂഹത്തിലുണ്ടാകുന്ന ലോകമെന്നും നമുക്ക് മറ്റേ 19-ാം നൂറ്റാണ്ടിൽ തന്നെ നിൽക്കില്ല. ഇതിപ്പോൾ നമ്മൾ 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഈ ലോകത്ത് ആകെ ഉണ്ടായിട്ടുള്ള വികാസമുണ്ട്. ഇപ്പം മാർക്സിസം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുതലാളിത്തത്തിലൂടെ കടന്നുപോയല്ലാതെ നമുക്ക് സോഷ്യലിസ്റ്റിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. മുതലാളിത്തം അതിൻ്റെ തന്നെ വൈരുദ്ധ്യത്തിൽ തകർന്നടിയും അതിന് സോഷ്യലിസ്റ്റിലേക്ക് വഴിനിരക്കും എന്നാണ് മാർക്സിസത്തിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതിൽ ഞാൻ ഒറ്റ കാര്യം ചോദിക്കണേ, ഈ മാർക്സിസത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കാൻ സഖാവ് പിണറായി വിജയന് കഴിയുമോ? അവിടെയാണ് EMSും ഈ പിണറായി വിജയൻ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ EMSൻ്റെ മന്ത്രിസഭാ കാലഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും അടിത്തട്ടിലുള്ള ഈ പാർട്ടിക്ക് വേണ്ടി ചാവാനും കൊല്ലാനും നടക്കുന്ന അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യരെ സൃഷ്ടിച്ച ഭരണപരിഷ്കാരങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി മാത്രമാണ് EMS ശ്രമിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് വിദ്യാഭ്യാസ നിയമം ഉണ്ടാകുന്നത്, കാർഷിക നിയമം ഉണ്ടാകുന്നത്, ആരോഗ്യ സംവിധാനങ്ങൾ ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, ഈ ഭൂമി വിതരണം ചെയ്യുക എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്തത് വൻപന്മാരായിട്ടുള്ള ആളുകളിൽ നിന്ന് പിടിച്ചെടുത്ത് ഭൂമി വിതരണം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് നോക്കുമ്പോൾ ഇപ്പോൾ പട്ടയമൊക്കെ ഒരുപാട് ആൾക്ക് വിതരണം ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഒരു വമ്പൻ കോർപ്പറേറ്റുകളെയും പിടിക്കാനായിട്ട് കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു ആത്മവിശ്വാസം ഇല്ല എന്ന് മാത്രമല്ല, കോർപ്പറേറ്റുകൾക്കും മുതലാളിമാർക്കും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നോക്കിയാൽ എത്ര സ്വാശ്രയ കോളേജുകൾ ഈ 10 വർഷ കാലഘട്ടത്തിൽ ഈ കേരളത്തിൽ കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ അത് എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് 500-ലധികം സ്വാശ്രയ കോളേജുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ കോളേജുകളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫീസ് വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നു. സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസം, അതായത് +2 വരെ ഓക്കെയാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. എത്ര സ്കോളർഷിപ്പുകൾ EMSൻ്റെ കാലത്തുണ്ടായിരുന്നു. ആ സ്കോളർഷിപ്പുകളൊന്നും തന്നെ ഇന്ന്, അതായത് ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരാൾക്ക് സ്കോളർഷിപ്പ് നേടി പഠിച്ച് ഉയർന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഇന്ന് കേരളത്തിലില്ല. അപ്പോൾ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾ, പിന്നെ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് കർഷകരുടെ ജീവിതം എന്താ? ഏതെങ്കിലും തരത്തിൽ കർഷക കടാശ്വാസ കമ്മീഷനൊക്കെ വെറും ഫ്ലോപ്പായിപ്പോയി. അവർക്ക് ന്യായവിലയ്ക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ എടുത്ത് വിൽക്കുന്നതിനുള്ള മാർക്കറ്റുകളും കാര്യങ്ങളും സർക്കാർ തലത്തിൽ നമുക്കില്ല. നമ്മൾ ഓരോന്ന് പരിശോധിച്ച് കാണുമ്പോൾ കേരളത്തിലും നടപ്പിലാക്കുന്നത് ഇന്ത്യ സർക്കാരിൻ്റെ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ
ഏറ്റവും സുന്ദരമായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ എന്ന നിലയിൽ പിണറായി വിജയൻ എന്ന് പറയുന്നത് ശരിയാണ്. മനസ്സിലായ? അതേസമയം കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വികസനം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വികസനം, അത് ഈ കേരളത്തിൽ നോക്കിയാൽ ഇന്ത്യ ടോട്ടൽ എടുത്ത് നോക്കുമ്പോഴും വിദേശ കടം വാങ്ങിക്കുന്നതിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് മുഴുവനുമായിട്ട് മാറ്റി ഇന്ന് ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ പറയുന്ന അതേ സംവിധാനത്തിലേക്കാണ് പോയിരിക്കുന്നത്. അത് പഞ്ചായത്തുകൾക്ക് പോലും ADB-യിൽ നിന്നും IMF-ൽ നിന്നും ലോകബാങ്കിൽ നിന്നും ഇവിടെ ലോൺ എടുക്കാം. അങ്ങനെ ലോൺ എടുക്കുമ്പോൾ വെറുതെ ആരും ലോൺ തരില്ല. ഇതൊക്കെ സാമ്രാജ്യത്വ മൂലധന ശക്തികളുടെ ഫിനാൻസ് സംവിധാനങ്ങളാണ്. അവിടെ നിന്ന് ലോൺ എടുക്കുമ്പോൾ അവർ പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കണം. ഈ കേരളത്തിലെ കുടിവെള്ള വിതരണ മേഖലയെ സ്വകാര്യവൽക്കരിക്കാനായിട്ട് തീരുമാനിക്കാൻ കഴിയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് മുതലാളിത്ത രാഷ്ട്രീയമാണ്, അത് EMS-ൻ്റെ രാഷ്ട്രീയമല്ല. അതുകൊണ്ട് തന്നെ സഖാവ് പിണറായി വിജയനെയും സഖാവ് EMS-നെയും ഒന്ന് കമ്പയർ ചെയ്യാൻ പോലും കഴിയാത്ത നിലയിൽ വലിയ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരാളാണ് സഖാവ് EMS. ഒരു സംഘടന എത്തിപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ NGO യൂണിയൻ ആ പരിപാടി ചെയ്തേക്കണം. ആ പേരിടുന്നത് പോലെ അവർക്ക് പിണറായി വിജയനെ കുറിച്ചൊരു ഡോക്യുമെൻ്ററി ഇടാമായിരുന്നു, ഒരു ബുദ്ധിമുട്ടില്ല. പിണറായി വിജയൻ കേരളത്തിന് നൽകിയിട്ടുള്ള വികസന സംഭാവനകളെ സംബന്ധിച്ചും മുതലാളിത്തത്തിൻ്റെ തന്നെ ഇംപ്ലിമെൻറ്റേഷൻ എത്ര ഭംഗിയായി നടപ്പിലാക്കി എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി ഡെഫിനറ്റായിട്ടിടാം. പക്ഷേ അതിനൊരു കമ്പാരിസൺ EMS-മായി നൽകുന്നത് ചരിത്രത്തിനോട് ചെയ്യുന്ന വലിയ തെറ്റാണ്, ആ പാർട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്, ആ പാർട്ടി അണികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഈ രാജ്യത്തെയും ഈ ലോകത്തിലെയും കമ്മ്യൂണിസ്റ്റുകാർ, കാരണം ഇന്നത്തെ ഈ പാർലമെൻ്ററി സംവിധാനത്തിലേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ കൊണ്ടുപോയത് ആരാണ്? EMS ആണ്. EMS ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കില്ല. EMS-ൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പാർലമെൻ്ററി ലൈൻ കൂടി സ്വീകരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചത്. ഇപ്പോൾ ശ്രീലങ്കയിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. എത്രയോ ഇവിടുത്തെ ഇതേ കാലഘട്ടത്തിൽ തന്നെ ശ്രീലങ്കയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി. പക്ഷെ അവിടെ അധികാരത്തിൽ വരുന്ന ഈ അടുത്താണ്. അപ്പോൾ അത് പാർലമെൻ്ററി സംവിധാനത്തെ കൂടി ഉപയോഗപ്പെടുത്തണം എന്ന് പറയുന്ന ലൈൻ സഖാവ് EMS-ൻ്റേതായിരുന്നു. ആ ലൈൻ ഉള്ളതുകൊണ്ടാണ് സഖാവ് പിണറായി വിജയന് ഇന്നിവിടെ ഈ കാര്യങ്ങൾ ചെയ്ത് മുഖ്യമന്ത്രിയാവാനായിട്ട് സാധിച്ചത്. ഇതിൽ തന്നെ കൊടിയേരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ ഡോക്യുമെൻ്ററിയിലുള്ളത്. മറ്റാരെയും പരാമർശിക്കുന്നില്ല, മറ്റാരെക്കുറിച്ചും പറയുന്നുമില്ല. കൊടിയേരിയുടെ മരണ ദിവസം തന്നെ പിണറായി കരഞ്ഞതും പിണറായിയുടെ വാക്കുകൾ ഇടറിയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഞാനും കൊടിയേരിയും പാർട്ടി എന്ന് പറഞ്ഞാൽ അതാണ്. കൊടിയേരി പോയി, പിന്നെ ഞാൻ മാത്രം. ഇതിനപ്പുറവും ഇപ്പുറവും ആരുമില്ല. ഹിസ്റ്ററിയെ തള്ളിപ്പറഞ്ഞ് അവരവരുടെ മാത്രം ഹിസ്റ്ററി ഉണ്ടാക്കുന്നു എന്നുള്ള വിമർശനം ഈ കേന്ദ്ര സർക്കാരിനെതിരെ ഇടതുപക്ഷം വയ്ക്കുന്നതാണ്. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഈ ഡോക്യുമെൻ്ററിയുടെ കാര്യത്തില്ല. മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഹിസ്റ്ററിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പിണറായിൽ നിന്ന് തുടങ്ങുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിലേക്ക് എത്തുന്നത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. ഇത് ലെജൻഡ് എന്ന് പറയേണ്ടത് പിണറായിയാണോ ജനങ്ങളാണോ? ജനങ്ങളല്ല. ലെജൻഡ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? പലതരത്തിലുള്ള കഴിവുകളുള്ള ഒരാളാണ്. ഞാൻ അതാ ചോദിച്ചത്, പിണറായി വിജയൻ സഖാവിന് മാർക്സിസത്തെക്കുറിച്ച് ഒരു ക്ലാസ് EMS എടുക്കുന്നത് പോലെ എടുക്കാൻ കഴിയുമോ? അപ്പോൾ ആരാണ് ലെജൻഡ്? യഥാർത്ഥത്തിൽ EMS ആണ്, അല്ലേ? അത് പിണറായി എന്ന് മനസ്സിലാക്കുന്നുവോ അന്ന് കമ്മ്യൂണിസ്റ്റ് രക്ഷപ്പെടും. അല്ല, ഇത് അവനവനെ ബൂസ്റ്റ് ചെയ്യുന്ന PR വർക്കിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതാണ് പാർലമെന്ററിസത്തിന് പരിപൂർണമായി കീഴ്പ്പെടുക എന്ന് പറയുന്നത്.